ഹായ് ഡിയർ സ്റ്റുഡൻസ്, സനലാണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് CMA ഇന്റർമീഡിയറ്റിന്റെ ഡയറക്റ്റ് ടാക്സേഷൻ ആണ്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സേഷന്റെ പുതിയ അമെൻമെന്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഡയറക്റ്റ് ടാക്സേഷന്റെ റേറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. ഇൻകം ടാക്സിന്റെ റേറ്റ് ആണ്. അസസ്മെന്റ് ഇയർ 2021 ഇൻകം ടാക്സിന്റെ റേറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇനിയുള്ള ഓരോ ഹെഡ് വൈസിട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് ഡേകളിൽ വരുന്നതാണ്. ആദ്യം നമ്മൾ ഇൻകം ടാക്സിന്റെ റേറ്റ് ആണ് ഡിസ്കസ് ചെയ്യുക. അസസ്മെന്റ് ഇയർ 2021 പ്രീവിയസ് ഇയർ 19-20 ഇൻകം ടാക്സിന്റെ റേറ്റ് ആണ് പറയുക. അതിനു മുമ്പ് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിൽ 7 പേരാണ്. പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ 7 പേരാണ്. ഒന്നാമത്തെ വ്യക്തി, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ. രണ്ടാമത്തെ പേഴ്സൺ HUF. മൂന്നാമത്തത് ഫേം including LLP limited liability partnership. 4 company. 5 local authority. 6 AOP or BOI association of person, body of individual. Last one every artificial judicial person. ഈ 7 പേരുടെയും ഇൻകം ടാക്സിന്റെ റേറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിൽ ആദ്യം ഒരു 4 പേര് ഇതിനകത്ത് നിന്ന് എടുക്കുകയാണ്. ഈ 7 പേരിൽ 4 പേർക്ക് ഒരു കോമൺ റേറ്റ് ആണ് അപ്ലൈ ചെയ്യുക. അതില് ഇൻഡിവിജ്വൽ, HUF, AOP or BOI, എവരി ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ, ഈ 4 പേരെ ഇങ്ങനെ എടുക്കുകയാണ്. അതിൽ ഇൻഡിവിജ്വലിനെ നമുക്ക് 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു ഇൻഡിവിജ്വലിനെ ഏജിനെ ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലിനെ ഏജ് അപ് ടു 60 ഇയേഴ്സ് നോർമൽ കേസ്. നെക്സ്റ്റ് 60 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാർ വിളിക്കുന്ന പേര് സീനിയർ സിറ്റിസൺ. 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വിളിക്കുന്ന പേര് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന 3 കാറ്റഗറി ഉണ്ട്. അതിലെ ഫസ്റ്റ് പറയുന്നു ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ 60 വയസ്സുള്ള ഏജ് അപ് ടു 60 ഇയേഴ്സ് വരെയുള്ള ഇൻഡിവിജ്വൽ. കൂടാതെ HUF, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, എവരി ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ. ഇവർക്ക് 4 പേർക്കും ഒരു കോമൺ റേറ്റ് ആണ് അപ്ലൈ ചെയ്യുക. അതിൽ പറയുന്നുണ്ട് ഇവരുടെ ടോട്ടൽ ഇൻകം സ്ലാബ് ആണ്. നിങ്ങൾക്ക് അറിയാം സ്ലാബ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെല്ലാം അറിയാം. ടോട്ടൽ ഇൻകം അപ് ടു 2,50,000 നില്ല്. നെക്സ്റ്റ് 2,50,000 1 to 5 lakh, 2,50,001 തൊട്ട് 5 ലക്ഷം രൂപ വരെ 5%. നെക്സ്റ്റ് 5 lakh 1 to 10 lakh, 5,01 തൊട്ട് 10 ലക്ഷം വരെ 20%. നെക്സ്റ്റ് 10,01,000 എബോവ് ആണെങ്കിൽ 30%. അപ്പോൾ 60 വയസ്സിലുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF, AOP or BOI, എവരി ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ, ഇവർക്ക് 2.5 ലക്ഷം രൂപ വരെ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് 2,50,001 തൊട്ട് 5 ലക്ഷം വരെ 5%. 5,01,000 തൊട്ട് 10 ലക്ഷം വരെ that is 20%. എബോവ് 10,01,000 30%. നെക്സ്റ്റ് ഇൻഡിവിജ്വലിലെ രണ്ടാമത്തെ കാറ്റഗറി ദാറ്റ് ഈസ് സീനിയർ സിറ്റിസൺ. ഏജ് മോർ ദാൻ 60 ഇയേഴ്സ് ബട്ട് ലെസ് ദാൻ 80 ഇയേഴ്സ് വിളിക്കുന്ന പേര് സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസന് 3 ലക്ഷം രൂപ വരെ നില്ല്. ഇൻകം അപ് ടു 3 lakh rupees നില്ല്. നെക്സ്റ്റ് 3,01,000 തൊട്ട് 5 ലക്ഷം വരെ 5%. 5,01,000 തൊട്ട് 10 ലക്ഷം വരെ 20%. എബോവ് 10,01,000 30%. ഒരു സീനിയർ സിറ്റിസൺ 3 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട. 3,01,000 തൊട്ട് 5 ലക്ഷം വരെ 5%. 5,01,000 തൊട്ട് 10 ലക്ഷം വരെ 20%. എബോവ് 10,01,000 30% ആണ് ഇൻകം ടാക്സിന്റെ റേറ്റ്. നെക്സ്റ്റ് ഇൻഡിവിജ്വലിന്റെ മൂന്നാമത്തെ കാറ്റഗറി ആണ് ദാറ്റ് ഈസ് സൂപ്പർ സീനിയർ സിറ്റിസൺ. ദാറ്റ് ഈസ് ഏജ് മോർ ദാൻ 80 ഇയേഴ്സ്. 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ട്, വിളിക്കുന്ന പേര് സൂപ്പർ സീനിയർ സിറ്റിസൺ. സൂപ്പർ സീനിയർ സിറ്റിസന്റെ ഇൻകം ടാക്സിന്റെ റേറ്റ് അപ് ടു ടോട്ടൽ ഇൻകം അപ് ടു ₹5 lakh നില്ല്. നെക്സ്റ്റ് 5 lakh 1 to 10 lakh 20%. നെക്സ്റ്റ് സ്ലാബ് 10 lakh 1 and above that is 30%. ഒരു സൂപ്പർ സീനിയർ സിറ്റിസന്
5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല നില്ല്. നെക്സ്റ്റ് സ്ലാബ് 5,01,000 തൊട്ട് 10 ലക്ഷം രൂപ വരെ 20%. നെക്സ്റ്റ് സ്ലാബ് 10,01,000 ആൻഡ് എബവ്, ദാറ്റ് ഈസ് ഇൻകം ടാക്സിന്റെ റേറ്റ് 30%. ഇവിടെ ഈ സൂപ്പർ സീനിയർ സിറ്റിസന് 5% എന്ന് പറയുന്ന റേറ്റ് ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ സാധാരണ നെല്ല് പറഞ്ഞാൽ പിന്നീട് 5% ആണ് പിന്നീട് നമ്മൾ രണ്ട് കേസിലും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഫസ്റ്റ് 5 ലക്ഷം രൂപ നെല്ല്, നെക്സ്റ്റ് 5,01,000 തൊട്ട് 10 ലക്ഷം വരെ 20% ആണ്, 5% അല്ല 20% ആണ്. ദെൻ 10,01,000 തൊട്ട് ആൻഡ് എബവ്, ദാറ്റ് ഈസ് 30% ആണ് ഒരു സൂപ്പർ സീനിയർ സിറ്റിസന്റെ ഇൻകം ടാക്സിന്റെ റേറ്റ്. അപ്പോ ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഉണ്ട്, ഏജ് അപ് ടു 60 years, that is 2.5 ലക്ഷം രൂപ വരെ ഇൻകത്തിന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് 60-നും 80-നും ഇടയ്ക്കുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ദാറ്റ് ഈസ് 3 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. നെക്സ്റ്റ് സൂപ്പർ സീനിയർ സിറ്റിസൺ ഏജ് മോർ ദാൻ 80 years, 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. ദെൻ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു HUF-ന്റെ AOP ഓർ BOE-യുടെ എവരി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കലിന്റെ കോമൺ കേസ് 2.5 ലക്ഷം രൂപ നില്ല്, നെക്സ്റ്റ് 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, നെക്സ്റ്റ് 5 to 10 വരെ 20%, എബോവ് 10 lakh that is 30%. ഇനി പറയാനുള്ളത് റിബേറ്റ് ആണ്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഒരു ഇൻഡിവിജ്വലിന് റിബേറ്റ് ക്ലെയിം ചെയ്യാം. റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെസ് ചെയ്യാം, അല്ലെങ്കിൽ കിഴിവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ആർക്കൊക്കെയാണ്, കണ്ടീഷൻസ് എന്താണ്, എത്ര എമൗണ്ട് ആണ് എന്നതിനെ കുറിച്ചാണ് പറയുക. ഇതിലിപ്പോൾ അറ്റ് പ്രസന്റ് അമെൻമെന്റ് ഉണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഐറ്റം ആണ് ദാറ്റ് ഈസ് റിബേറ്റ്. നമുക്ക് പ്രോബ്ലത്തിൽ റിബേറ്റ് വന്നു കയറും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. റിബേറ്റ് ആപ്ലിക്കബിൾ ആവുന്നത് ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്. ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് റിബേറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ, നമ്മുടെ ടോട്ടൽ ഇൻകം 5 ഹെഡ് കൂട്ടി എടുക്കുന്ന ടോട്ടൽ ഇൻകം ഉണ്ട്. ആ ടോട്ടൽ ഇൻകം 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിലാണ് റിബേറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ലോവർ ഓഫ് ദി ഫോളോയിങ് ആണ്. എമൗണ്ട് ഓഫ് റിബേറ്റ് എന്ന് പറയുന്നത് ലോവർ ഓഫ് ദി ഫോളോയിങ്, അല്ലെങ്കിൽ മിനിമം ഓഫ് ദി ഫോളോയിങ്, അല്ലെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ്. രണ്ട് കാര്യങ്ങളാണ്. അതിലെ ലോവർ എമൗണ്ട് ആണ് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് 100% ഓഫ് ടാക്സ് ലയബിലിറ്റി ആസ് കമ്പ്യൂട്ടഡ് എബോവ്. നമ്മൾ മുകളിൽ സ്ലാബിനെ കുറിച്ച് സംസാരിച്ചു, ഓരോ രീതിയിലും സ്ലാബ് പറഞ്ഞു. ആ സ്ലാബ് വെച്ച് ആദ്യം നമ്മൾ ഇൻകം ടാക്സിന്റെ ലയബിലിറ്റി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 100% ഓഫ് ടാക്സ് ലയബിലിറ്റി ആസ് കമ്പ്യൂട്ടഡ് എബോവ്, ഓർ ഒരു എമൗണ്ട് ആണ് ₹12,500 അല്ലെങ്കിൽ 12,500 രൂപ. ഈ രണ്ട് എമൗണ്ടിൽ ലോവർ എമൗണ്ട് ഏതാണോ ലോവർ എമൗണ്ട്, ദാറ്റ് ഈസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരം ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റിബേറ്റ് ദാറ്റ് ഈസ് 87A പ്രകാരം ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് റിബേറ്റ് കിട്ടുക. റിബേറ്റ് കിട്ടണമെന്നുള്ള കണ്ടീഷൻ ടോട്ടൽ ഇൻകം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കിട്ടുന്ന റിബേറ്റ് രണ്ടെണ്ണത്തിലെ മിനിമം എമൗണ്ട് ആണ്. ഒന്നുകിൽ 100% ഓഫ് ടാക്സ് ലയബിലിറ്റി, അല്ലെങ്കിൽ 12,500 രൂപ. അതിലെ മിനിമം എമൗണ്ട് ഏതാണ്, ആ മിനിമം എമൗണ്ട് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരം ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കേസ് ഉണ്ട്. നമ്മളിപ്പോ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണെന്ന് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ്, എന്റെ ടോട്ടൽ ഇൻകം 4,50,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. പക്ഷെ എന്റെ 4,50,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് 4 ഇൻകം ചേർന്നിട്ടാണ്. ഒന്ന് സാലറി ഇൻകം ഉണ്ട്, രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്, നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ദെൻ വിന്നിംഗ് ഫ്രം ലോട്ടറി ക്യാഷ് ഇൻകം ഉണ്ട്. ഈ 4 ഇൻകത്തിന്റെ കോമ്പിനേഷൻ ആണ് 4,50,000 രൂപ. അപ്പൊ നമ്മുടെ താടിക്കേരി പറയും 4,50,000 രൂപ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ റിബേറ്റ് കിട്ടുമല്ലോ. സോ 4,50,000 രൂപയ്ക്ക് ടാക്സ് കൊടുക്കണ്ട എന്ന് ചില ആൾക്കാർ പറയും. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, വിന്നിംഗ് ഫ്രം ലോട്ടറി, അതായത് ക്യാഷ് ഇൻകത്തിനും അതേപോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും നമ്മൾ ഒരു കാരണവശാലും സ്ലാബിനകത്ത് കൊണ്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തില്ല. അതിന് രണ്ടിനും പ്രത്യേക ടാക്സ് റേറ്റ് ആണ്. അത് പിന്നീട് ഞാൻ സംസാരിക്കും. പ്രത്യേക റേറ്റ് ആണ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ആദ്യം നമ്മുടെ സ്ലാബ് വെച്ചിട്ടുള്ള ഇൻകം ടാക്സും അതിന്റെ കൂടെ ഈ പറഞ്ഞ വിന്നിംഗ് ഫ്രം ലോട്ടറിയുടെയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെയും ടാക്സ് അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 100% ഓഫ് ടാക്സ് ലയബിലിറ്റി കിട്ടുമല്ലോ. അതുകൂടാതെ 12,500 രൂപയും എടുക്കും. അതിലെ മിനിമം എമൗണ്ട് ഏതാണോ ആ മിനിമം എമൗണ്ട് റിബേറ്റ് ആയിട്ട് നമുക്ക് ടാക്സിൽ നിന്നും ഡിഡക്ട് ചെയ്ത് പിന്നീടാണ് നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്ന സെസ് പിന്നീടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ചാടിക്കേറി 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട എന്നല്ല,
ടാക്സ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണോ അല്ലെങ്കിൽ 12,500 രൂപയാണോ മിനിമം എമൗണ്ട് ഏതാണോ അത് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരം നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. കിട്ടുന്നത് ഇൻഡിവിജ്വലിന് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ആദ്യം നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യും. അതിൽ നിന്നും നമ്മൾ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് ലെസ് ചെയ്യും. എന്നിട്ടാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്ന സെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ദാറ്റ് ഈസ് സർചാർജിനെ കുറിച്ചിട്ടാണ്. സർചാർജ് സാധാരണ ഇൻഡിവിജ്വലിന് സർചാർജ് ആപ്ലിക്കബിൾ ആണ്. സർചാർജ് ആദ്യം നമ്മൾ സ്ലാബ് പ്രകാരം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തു. അതിന് മുകളിൽ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷമാണ് സർചാർജ് ആപ്ലിക്കബിൾ ആവുന്നത്. നമുക്കറിയാം റിബേറ്റ് ഉള്ള കേസിൽ ഒരിക്കലും സർചാർജ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. റിബേറ്റ് കൊടുക്കുന്നത് 87A പ്രകാരം റിബേറ്റ് കൊടുക്കുന്നത് ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആ റിബേറ്റ് ഉള്ളൂ. സർചാർജ് എന്ന് പറയുന്നത് ഹൈ ഇൻകം ഉള്ള ആൾക്കാർക്ക് ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഇൻകം ടാക്സിൽ പേ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് സർചാർജ്. നമ്മൾ പണ്ട് ബേസിക്സ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പുള്ള ടാക്സ് ഉണ്ട്. ഒന്ന് ഡയറക്ട് ടാക്സും രണ്ട് ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്. തൊട്ടപ്പുറത്ത് ഇൻഡയറക്ട് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചർ ആണ്. സോ ഡയറക്ട് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയാനുള്ള റീസൺ ഹൈ ഇൻകം ഉള്ള ആള് ഹൈ ടാക്സ് ഹൈ റേറ്റ് ഓഫ് ടാക്സ് പേ ചെയ്യണം. തൊട്ടപ്പുറത്ത് ലോ ഇൻകം ഉള്ള ആൾക്കാർ ദാറ്റ് ഈസ് ലോ റേറ്റ് ഓഫ് ടാക്സ് പേ ചെയ്താൽ മതി. പക്ഷെ തൊട്ടപ്പുറത്ത് ഇൻഡയറക്ട് ടാക്സിൽ ഹൈ ഇൻകം ഉള്ള ആളും ലോ ഇൻകം ഉള്ള ആളും എല്ലാവരും ഒരേ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സിൽ പേ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡയറക്ട് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചറും ഇൻഡയറക്ട് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ സർചാർജ് നമ്മൾ പേ ചെയ്യും. ആ സർചാർജിനെ കുറിച്ചാണ് പറയുക. അറ്റ് പ്രസന്റ് അമെൻമെന്റ് ഉണ്ട് സർചാർജിനകത്ത്. ആ സർചാർജിന് ആപ്ലിക്കബിൾ ആവുന്ന റേറ്റും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുക. സർചാർജ് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ടോട്ടൽ ഇൻകം, രണ്ട് റേറ്റ് ഓഫ് സർചാർജ്. നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിൽ ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുന്നില്ല. ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 50 lakhs. 50 ലക്ഷത്തിന് മുകളിൽ ടോട്ടൽ ഇൻകം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സർചാർജ് ഇല്ല, സർചാർജ് നില്ല്. നെക്സ്റ്റ്, ടോട്ടൽ ഇൻകം എക്സീഡ്സ് 50 lakhs ബട്ട് ഡസ് നോട്ട് എക്സീഡ്സ് 1 crore. ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന് മുകളിൽ പോയി, പക്ഷെ 1 കോടിക്ക് മുകളിൽ പോകുന്നില്ല, 1 കോടിക്ക് താഴെയാണ്. 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ സർചാർജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ടാക്സിന്റെ മുകളിൽ 10% സർചാർജ് പേ ചെയ്യണം. നെക്സ്റ്റ്, നമ്മുടെ ടോട്ടൽ ഇൻകം 1 കോടിക്ക് മുകളിൽ പോയി, പക്ഷെ 2 കോടിക്ക് അകത്താണ് എങ്കിൽ അവിടെ പേ ചെയ്യേണ്ട സർചാർജ് 15% ഓഫ് ടാക്സ് ആണ്. ഇതിപ്പോ അറ്റ് പ്രസന്റ് കൊണ്ടുവന്നൊരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ ടോട്ടൽ ഇൻകം 1 കോടിക്ക് മുകളിൽ പോയി, പക്ഷെ 2 കോടിക്ക് അകത്താണ് ടോട്ടൽ ഇൻകം നിൽക്കുന്നതെങ്കിൽ ടാക്സിന് മുകളിൽ 15% സർചാർജ് പേ ചെയ്യുക. ദെൻ അടുത്തത്, നമ്മുടെ ടോട്ടൽ ഇൻകം 2 കോടിക്ക് മുകളിൽ പോയി, പക്ഷെ 5 കോടിക്ക് അകത്താണ് നമ്മുടെ ടോട്ടൽ ഇൻകം നിൽക്കുന്നതെങ്കിൽ അവിടെ പേ ചെയ്യേണ്ട സർചാർജ് 25% ഓഫ് ടാക്സ്. നെക്സ്റ്റ്, ടോട്ടൽ ഇൻകം 5 കോടിക്ക് മുകളിൽ പോയി, അങ്ങനെയാണെങ്കിൽ അവിടെ പേ ചെയ്യേണ്ട സർചാർജ് മാക്സിമം എമൗണ്ട് ദാറ്റ് ഈസ് 37% ആണ് സർചാർജ് ഇനത്തിൽ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർചാർജ് ആദ്യം ഫസ്റ്റ് കാറ്റഗറി, നമ്മുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ സർചാർജ് ഇല്ല. സെക്കൻഡ് കാറ്റഗറി, 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ സർചാർജ് 10%. നെക്സ്റ്റ്, 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ അവിടെ സർചാർജ് 15%. നെക്സ്റ്റ്, 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എങ്കിൽ അവിടെ പേ ചെയ്യേണ്ട സർചാർജ് 25%. ഇനി 5 കോടിക്ക് മുകളിൽ നമ്മുടെ ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേ ചെയ്യേണ്ട സർചാർജ് ടാക്സിന് മുകളിൽ 37% സർചാർജ് പേ ചെയ്യുക. ഇപ്പൊ വന്നതാണ്, പുതിയ അമെൻമെന്റ് പ്രകാരം വന്നതാണ് ഈ പറയുന്ന 25%ഉം 37%ഉം ഇപ്പോൾ ഉള്ളതാണ്. പഴയത് 1 കോടിക്ക് മുകളിൽ പോയാൽ 15% ആയിരുന്നു പഴയ കേസ്. ഇപ്പൊ അറ്റ് പ്രസന്റ് ആണ് ഇങ്ങനെ തരംതിരിച്ച് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ചെറിയൊരു കേസും കൂടെ ഉണ്ട്, ചെറിയൊരു അമെൻമെന്റും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സർചാർജിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അമെൻമെന്റ് ഉണ്ട്. ആ അമെൻമെന്റ് ആണ്. ആ അമെൻമെന്റ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. വേർ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ്സ് എനി ഇൻകം ചാർജബിൾ അണ്ടർ സെക്ഷൻ 111A and 112A, the surcharge on amount of income tax computed on that part of income shall not exceed 15%. In other words, surcharge higher than 15% is applicable only on
ടാക്സ് ഓൺ ഇൻകം അതർ ദാൻ ഇൻകം കവേർഡ് അണ്ടർ സെക്ഷൻ 111A ആൻഡ് 112A. അതായത് രണ്ട് ഇൻകംസ് ഉണ്ട്. ഒന്ന് സെക്ഷൻ 111A പ്രകാരമുള്ള ഇൻകവും 112A പ്രകാരമുള്ള രണ്ട് ഇൻകംസ് ഉണ്ട്. ആ ഇൻകം എന്താന്ന് പറയാം. ആ രണ്ട് സെഷൻ പ്രകാരം കവർ ചെയ്യുന്ന ഇൻകത്തിന് മാക്സിമം കൊടുക്കേണ്ട സർചാർജ് എന്ന് പറയുന്നത് 15% ആണ്. അവിടുത്തെ സർചാർജ് 15% വരെ അവിടുത്തെ സർചാർജ് ആപ്ലിക്കബിൾ ഉള്ളൂ. 15-ന് മുകളിൽ നമ്മൾ രണ്ട് റേറ്റ് പറഞ്ഞു. ഒന്ന് 25% പറഞ്ഞു, രണ്ട് 37% പറഞ്ഞു. ആ രണ്ട് റേറ്റ് ഈ രണ്ട് ഇൻകത്തിനും ആപ്ലിക്കബിൾ അല്ല. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന അമെൻമെന്റ്. ഒന്നുകൂടെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 111A 112A. 111A എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതായത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിനെ വിളിക്കുന്ന പേരാണ് 111A. അങ്ങനെ 111A പ്രകാരം കവർ ചെയ്യുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ത്? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതേപോലെ 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് വെയർ STT പെയ്ഡ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഈ രണ്ട് ഇൻകത്തിന് മാക്സിമം കൊടുക്കേണ്ട സർചാർജ് എന്ന് പറയുന്നത് 15% ആണ്. ഈ രണ്ട് ഇൻകത്തിനും മാക്സിമം കൊടുക്കേണ്ട സർചാർജ്. ഈ രണ്ട് ഇൻകത്തിനും 25% എന്ന് പറയുന്ന ഒരു സർചാർജിന്റെ റേറ്റും 37% എന്ന് പറയുന്ന ഒരു സർചാർജിന്റെ റേറ്റും ഈ രണ്ട് ഇൻകത്തിന് ആപ്ലിക്കബിൾ അല്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 111A പ്രകാരം കവർ ചെയ്യുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ത്? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും അതേപോലെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും സെക്ഷൻ 112A പ്രകാരമുള്ള ഈ രണ്ട് ഇൻകത്തിന് മാക്സിമം കൊടുക്കേണ്ട സർചാർജ് എന്ന് പറയുന്നത് 15% മാക്സിമം കൊടുക്കേണ്ട സർചാർജ്. ഈ രണ്ട് ഇൻകത്തിനും ഒരു കാരണവശാലും 25% എന്ന് പറയുന്ന റേറ്റും 37% എന്ന് പറയുന്ന സർചാർജിന്റെ ഹയർ റേറ്റും ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ്, ഒരു ഇൻഡിവിജ്വൽ പേ ചെയ്യേണ്ട സെസ് ഉണ്ട്. ആ സെസ്സിനെ കുറിച്ചാണ് പറയുക. സെസ്സിന്റെ പേര് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ആപ്ലിക്കബിൾ എല്ലാ അസസിയും ഇത് പേ ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് റേറ്റ് 4% ഓഫ് ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ്. ആദ്യം നമ്മൾ സ്ലാബ് പ്രകാരം ടാക്സ് ലയബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സർചാർജ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം കിട്ടിയിരിക്കുന്ന ടാക്സ് ലയബിലിറ്റി ഉണ്ട്, അതിന് മുകളിൽ 4% ദാറ്റ് ഈസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് പേ ചെയ്യുക. ഇത് എല്ലാവരും പേ ചെയ്യണം. ഇത്രയുമാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ആദ്യം നമ്മൾ ഏജിനെ ബേസ് ചെയ്തിട്ട് സ്ലാബിന്റെ കേസ് നമ്മൾ സംസാരിച്ചു. ദെൻ അതിനുശേഷം റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതിനുശേഷം സർചാർജിന്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ദെൻ ലാസ്റ്റ് കിട്ടുന്ന ടാക്സ് ലയബിലിറ്റിയുടെ മുകളിൽ ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% പേ ചെയ്തു. ഇത്രയുമാണ് ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു HUFന്റെ, ഒരു AOP ഓർ VOയുടെ, ഒരു ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സന്റെ ഇൻകം ടാക്സിന്റെ റേറ്റ്. ഇനി ഞാൻ പോകുന്നത് ഇപ്പൊ 4% കുറിച്ച് സംസാരിച്ചു. അഞ്ചാമത്തെ ആളെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഫേം ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഫേം ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലേക്ക് പോവുകയാണ്. ഇവർക്ക് ഒറ്റ റേറ്റ് ദാറ്റ് ഈസ് 30% ഇൻകം ടാക്സിന്റെ റേറ്റ്, 30%. സർചാർജ് ഒരേ ഒരു സർചാർജിന്റെ റേറ്റേ ഉള്ളൂ. ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ₹1 crore. ടോട്ടൽ ഇൻകം 1 കോടിക്ക് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സർചാർജ് 12% സർചാർജ്. ഇനി മാർജിനൽ റിലീഫ് ഉണ്ട്. മാർജിനൽ റിലീഫ് എന്താണെന്ന് തൊട്ടപ്പുറത്ത് ഇൻഡിവിജ്വലിന്റെ കേസിലും പറയണമായിരുന്നു. തൽക്കാലം ഞാൻ പറഞ്ഞില്ല, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാർജിനൽ റിലീഫ്. തൽക്കാലം മാർജിനൽ റിലീഫ് ഞാൻ അടുത്ത വീഡിയോയിലേക്കാണ് ഇടുന്നത്. മാർജിനൽ റിലീഫിനെ കുറിച്ച് സംസാരിക്കും. ഇവിടെ ഫേമിന് മാർജിനൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും, അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു എല്ലാവരും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പേ ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് 4% ഓഫ് ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ് ആണ്. സർചാർജ് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ 4% പേ ചെയ്യുക. അപ്പോൾ ഒരു ഫേമിന്റെ ഇൻക്ലൂഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ടാക്സിന്റെ റേറ്റ് 30%, സർചാർജ് 12%, ദെൻ മാർജിനൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഓഫ് ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ്. നെക്സ്റ്റ്, ആറാമത്തെ പേഴ്സൺ ദാറ്റ് ഈസ് കമ്പനി. കമ്പനിയെ കുറിച്ചാണ്. കമ്പനിക്ക് ഉള്ള റേറ്റ് എങ്ങനെയാണെന്നാണ് സംസാരിക്കുക. കമ്പനി നമുക്ക് സാധാരണ അറിയാം. കമ്പനി രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ഡൊമസ്റ്റിക് കമ്പനി, രണ്ട് ഫോറിൻ കമ്പനി.
ആദ്യം ഡൊമസ്റ്റിക് കമ്പനിയുടെ റേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുക. ഡൊമസ്റ്റിക് കമ്പനിയുടെ കുറിച്ച്, ഒരു ഡൊമസ്റ്റിക് കമ്പനി നമുക്കൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്, അതായത് ഇടയ്ക്ക് ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ഇയർ 2017-18 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് 400 കോടിക്ക് മുകളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് പേ ചെയ്യേണ്ട ഇൻകം ടാക്സിന്റെ റേറ്റ് 25%. അതേസമയം 400 കോടിക്ക് മുകളിലാണ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് പേ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് 30% ആണ് ഇൻകം ടാക്സിന്റെ റേറ്റ്. ഫസ്റ്റ് പറഞ്ഞത് കമ്പനിയുടെ ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഡൊമസ്റ്റിക് കമ്പനിയിൽ പ്രീവിയസ് ഇയർ 2017-18 അവരുടെ ടോട്ടൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് 400 കോടിക്ക് മുകളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് പേ ചെയ്യേണ്ട റേറ്റ് 25%. ഇനി അതർ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പേ ചെയ്യേണ്ടത് 30%. ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ ഫോറിൻ കമ്പനി കൊടുക്കേണ്ട ഇൻകം ടാക്സിന്റെ റേറ്റ് 40%. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി, ഒരു ഡൊമസ്റ്റിക് കമ്പനി, ആ ഡൊമസ്റ്റിക് കമ്പനി സാധാരണ അവരുടെ 2017-18 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ ടോട്ടൽ ടേൺ ഓവറോ ഗ്രോസ് റെസീപ്റ്റ്സോ 400 കോടിക്ക് മുകളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ 25%, അല്ല എന്നുണ്ടെങ്കിൽ 30%. ഫോറിൻ കമ്പനി 40%. ദെൻ സർചാർജ് ഞാൻ ഫസ്റ്റ് പറയുന്നു. ടോട്ടൽ ഇൻകം എക്സീഡ്സ് 10 crore, 10 കോടിക്ക് മുകളിലാണ് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുന്നതെങ്കിൽ 12%. ഡൊമസ്റ്റിക് കമ്പനിക്ക് 12%, ഫോറിൻ കമ്പനിക്ക് 5%. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 1 കോടിക്കും 10 കോടിക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിക്ക് 7% സർചാർജ്, ഫോറിൻ കമ്പനിക്ക് 2% സർചാർജ്. അപ്പോൾ 1 കോടിക്ക് താഴെയാണ് ടോട്ടൽ ഇൻകം പോകുന്നതെങ്കിൽ 2 കേസിലും സർചാർജ് ഇല്ല. അപ്പോ നമ്മുടെ സർചാർജ് 1 കോടിക്ക് താഴെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ സർചാർജ് ഡൊമസ്റ്റിക് കമ്പനിക്കും ഇല്ല, ഫോറിൻ കമ്പനിക്കും ഇല്ല. 1 കോടിക്കും 10 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിക്ക് 7% സർചാർജ്, ഫോറിൻ കമ്പനിക്ക് 2% സർചാർജ്. ദെൻ ടോട്ടൽ ഇൻകം 10 കോടിക്ക് മുകളിൽ പോവാണെന്നുണ്ടെങ്കിൽ 12% ഡൊമസ്റ്റിക് കമ്പനിക്ക് സർചാർജ്, 5% ഫോറിൻ കമ്പനിക്ക് സർചാർജ്. ഇത് കൂടാതെ നമുക്കറിയാം എല്ലാവരും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പേ ചെയ്തേ പറ്റൂ. 4% ആണ്. ദാറ്റ് ഈസ് കണ്ടുപിടിക്കുന്ന ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജിന് മുകളിൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് പേ ചെയ്യുക. ഇതാണ് കമ്പനിയുടെ റേറ്റ് ഓഫ് ടാക്സ്. നെക്സ്റ്റ് പേഴ്സണിലെ ലാസ്റ്റ് കാറ്റഗറി ദാറ്റ് ഈസ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി തൊട്ട് മുമ്പ് പറഞ്ഞ ഫേം പറഞ്ഞ പോലെ തന്നെയാണ്. ലോക്കൽ അതോറിറ്റിന്റെ ടാക്സ് റേറ്റും രണ്ടും സെയിം ആണ്. ജസ്റ്റ് ഒന്ന് പറയുന്നു. ടാക്സ് റേറ്റ് 30%, ഒറ്റ റേറ്റ് 30%. സർചാർജ് ഒറ്റ സർചാർജ്. നമ്മുടെ ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1 കോടിക്ക് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സർചാർജ് 12%, ഇൻകം ടാക്സിന്റെ മുകളിൽ 12% സർചാർജ്. ഇവിടെ മാർജിനൽ റിലീഫ് അവൈലബിൾ ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഓഫ് ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ്. അപ്പൊ 7 പേരുടെയും ഇൻകം ടാക്സിന്റെ റേറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇതാണ് ഇപ്പൊ അറ്റ് പ്രസന്റ് അസസ്മെന്റ് ഇയർ, അതായത് 20-21 അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ 19-20 ഫോളോ ചെയ്യുന്ന ഇൻകം ടാക്സിന്റെ റേറ്റ്. ഇനി ഇത് കൂടാതെ ചില സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. ആ സ്പെഷ്യൽ റേറ്റിനെ കുറിച്ചാണ് പറയുക. ചില സ്പെഷ്യൽ കേസിലുള്ള റേറ്റ് ഉണ്ട്. ആ റേറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്. ആ ക്യാപിറ്റൽ ഗെയിനിൽ 2 ടൈപ്പുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഒന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും, 2 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും. അതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. 36 മാസത്തിൽ കൂടുതലുള്ളതാണ്. ദാറ്റ് ഈസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ട ടാക്സിന്റെ റേറ്റ് ദാറ്റ് ഈസ് 20% ആണ് റേറ്റ്. ഇവർക്ക് സ്ലാബ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ സ്ലാബ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഇവർക്ക് പ്രത്യേകം റേറ്റ് 20%. അതേപോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പേ ചെയ്യേണ്ട ടാക്സ് 10%. ഈ 10% പേ ചെയ്യാൻ നേരത്ത് സെഷൻ 10 സബ്സെഷൻ 38 എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അത് പ്രകാരം 1 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ 1 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് മാത്രം 10% പേ ചെയ്താൽ മതി. ഇപ്പൊ എക്സാമ്പിൾ 112A പ്രകാരം വരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മൊത്തം 3 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ആ 3 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. അപ്പൊ ബാക്കി 2 ലക്ഷം രൂപയ്ക്ക് 10% ടാക്സ് പേ ചെയ്യാം. നെക്സ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ പേ ചെയ്യേണ്ട ഇൻകം ടാക്സിന്റെ റേറ്റ് 15%. നെക്സ്റ്റ് വിന്നിംഗ് ഫ്രം ലോട്ടറി. ഞാൻ വിന്നിംഗ് ഫ്രം ലോട്ടറി മാത്രമേ ഇവിടെ
കോട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കാഷ്വൽ ഇൻകം ഉണ്ട്, വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, ബെറ്റിംഗ് ഓർ ഗാംബ്ലിംഗ്, പിന്നെ TV ഷോ എന്നൊക്കെ പറയുന്ന കുറെ ഇൻകംസ് ഉണ്ട്, കാഷ്വൽ ഇൻകംസ് ഉണ്ട്, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകംസ് ഉണ്ട്. ആ ഇൻകത്തിന് പേ ചെയ്യേണ്ട ടാക്സിന്റെ റേറ്റ് 30%. ഇനി അനോണിമസ് ഡൊണേഷനും ഉണ്ട്, നമുക്ക് അറിയപ്പെടാത്ത ചില ഇൻകംസ് ഡൊണേഷൻ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിന് പേ ചെയ്യേണ്ട ഇൻകം ടാക്സിന്റെ റേറ്റ് 30%. അപ്പൊ 7 persons കൂടാതെ പേ ചെയ്യേണ്ട ഇൻകം ടാക്സിന്റെ റേറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്ലാബ് ആപ്ലിക്കബിൾ അല്ല 20%. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A 10%. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ദാറ്റ് ഈസ് 15%. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, സാധാ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആ സാധാ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്ലാബിനകത്താണ് കൊണ്ടുവന്നിടുന്നത്, അതിന് സ്ലാബ് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ 111A പ്രകാരം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് സ്ലാബ് ആപ്ലിക്കബിൾ അല്ല, പ്രത്യേക റേറ്റ് 15%. വിന്നിംഗ് ഫ്രം ലോട്ടറി തുടങ്ങിയ കാഷ്വൽ ഇൻകം ഉണ്ട്, കാഷ്വൽ ഇൻകത്തിന് 30%. ഇനി അനോണിമസ് ഡൊണേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 30% ആണ് റേറ്റ്. റേറ്റില് ഇനി ഒരു കേസ് കൂടെ ലാസ്റ്റ് പറയാനുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക റേറ്റ് ആണ്, പ്രത്യേക ഒരു സ്ലാബ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവർക്കും സ്ലാബ് ആണ്. ഇൻകം അപ് ടു ₹10,000 10%, 10%. നെക്സ്റ്റ് 10,000 20%, ബാലൻസ് ഇൻകം 30% എന്ന് പറയുന്ന സ്ലാബാണ്. ഫസ്റ്റ് ആദ്യത്തെ 10,000 റുപ്പീസിന് 10%, നെക്സ്റ്റ് 10,000 റുപ്പീസിന് 20%, നെക്സ്റ്റ് ബാലൻസ് ഇൻകത്തിന് 30% ആണ് റേറ്റ്. സർചാർജ് നേരത്തെ ലോക്കൽ അതോറിറ്റി പറഞ്ഞ പോലെ, ഫേം പറഞ്ഞ പോലെ തന്നെയാണ്. 1 കോടിക്ക് മുകളിൽ ടോട്ടൽ ഇൻകം പോയി കഴിഞ്ഞാൽ സർചാർജ് 12%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇത്രയാണ് ഇൻകം ടാക്സിന്റെ റേറ്റ്. ഇതിനകത്ത് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന അമെന്റ്മെന്റ്, ഇൻഡിവിജ്വലിന്റെ കേസിൽ സർചാർജിനകത്താണ് അമെന്റ്മെന്റ്. 112A-ക്കും 111A-ക്കും ദാറ്റ് ഈസ് മാക്സിമം കൊടുക്കേണ്ട സർചാർജ് 15% ആണ്. അവർക്ക് ആ രണ്ട് ഇൻകത്തിന് ഒരു കാരണവശാലും 25% എന്ന് പറയുന്ന 37% എന്ന് പറയുന്ന രണ്ട് ഹയർ റേറ്റ് ഉണ്ട്, അത് ആപ്ലിക്കബിൾ അല്ല. ഇത്രയാണ് ഇൻകം ടാക്സിന്റെ റേറ്റ്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത അമെന്റ്മെന്റ് ആയിട്ടുള്ള സാലറിക്കകത്ത് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, സാലറിയുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.